ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇൻക്ലൂഡ് ആവാൻ പറ്റൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മേ ഹാവ് ഹൈ സ്റ്റാറ്റസ് ഓർ സ്പെഷ്യലൈസ്ഡ് പർപ്പസ്. അതായത് ഒരു പ്രത്യേക നിലവാരം അല്ലെങ്കിൽ ഒരു താല്പര്യം, ഗുണമേന്മ ഒക്കെ നിലനിർത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. അപ്പം ഇത്തരം എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രൈവറ്റ് ക്ലബ്സ് അല്ലെങ്കിൽ എലൈറ്റ് സൊസൈറ്റീസിന്, സീക്രട്ട് ഓർഗനൈസേഷൻസ്, അങ്ങനെ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. പ്രൈവറ്റ് പാർട്ടീസൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ആക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് മെയിൻറ്റെയിൻസ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഓർ ഇൻട്രസ്റ്റ്, ഒരു പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ പ്രത്യേക നിലവാരമോ നിലനിർത്തുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അടുത്തതായി വോളണ്ടറി ഗ്രൂപ്പ്സും ഇൻവോളണ്ടറി ഗ്രൂപ്പ്സാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വോളണ്ടറി ഗ്രൂപ്പ്സ് പറയാം. ഗ്രൂപ്പ്സ് ജോയിൻഡ് ബൈ പേഴ്സണൽ ചോയ്സ് ഓർ ഫ്രീ വിൽ ആണ് ഇവിടെ മെയിനായിട്ടും പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു ഗ്രൂപ്പ് അദ്ദേഹം തന്നെ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് വോളിബോൾ കളിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ടീം കണ്ടുപിടിക്കുകയും അതിൽ ജോയിൻ ചെയ്യാനും ആ കുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പാണ് വോളണ്ടറി ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ക്യാൻ എൻറ്റർ ആൻഡ് ലീവ് ഫ്രീലി. അതായത് ഒരു ഇൻഡിവിജ്വലിന് ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവാനും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ബേസ്ഡ് ഓൺ ഷെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. അതാണ് സെക്കൻഡ് ഫീച്ചർ. അതായത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യം അത് ആ ഗ്രൂപ്പിൻ്റെ താല്പര്യമായിട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ ഒരുപോലെയുള്ള ലക്ഷ്യങ്ങളും താല്പര്യമുള്ളവരാണ് ഈ ടീമിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് സ്പോർട്സ് ടീം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹോബി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യും. ബാഡ്മിൻ്റൺ കളിക്കുന്നവരുടെ ഒരു ക്ലബ്ബ് ഉണ്ടാവാം. അങ്ങനെ പല വിധത്തിലുള്ള ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ആളുകളിൽ പുതിയ അറിവും കഴിവുകളും വികസിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ സമൂഹത്തിന് സേവനം ചെയ്യാനും അവസരം നൽകുന്നുണ്ട് ഇതിലൂടെ. അപ്പോൾ ഒരു പേഴ്സണൽ ഗ്രോത്താണ് അവിടെ ഉണ്ടാകുന്നത്. പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഒരു സ്വയം മോട്ടിവേഷൻ കിട്ടാനും ഇത് സഹായിക്കും. അടുത്തതായി നമുക്ക് ഇൻവോളണ്ടറി ഗ്രൂപ്പ്സിനെ പറ്റി ചർച്ച ചെയ്യാം. ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് സ്വയമേ തിരഞ്ഞെടുക്കാനാവാത്ത ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഈ വിഭാഗത്തിൽ കൂട്ടുക. അതിനെ മലയാളത്തിൽ അനിവാര്യ ഗ്രൂപ്പുകൾ എന്ന് പറയാം. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ജനിക്കാനുണ്ടാവുന്ന സാഹചര്യം, ജനിച്ച സ്ഥലം, ഫാമിലി ഒന്നും ആ കുട്ടി തീരുമാനിക്കുന്നതല്ല. ആ കുട്ടിയുടെ മതമോ ദേശം, നാഷണാലിറ്റിയോ അല്ലെങ്കിൽ സാമൂഹിക വർഗം എന്നിവ ഒരു കുട്ടിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായും ആ ഗ്രൂപ്പിൽ എത്തിപ്പെടുന്നതാണ്. ഇത്തരം ഗ്രൂപ്പുകളെ നമുക്ക് ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് പീപ്പിൾ ആർ പാർട്ട് ഓഫ് വിത്തൗട്ട് ചൂസിങ്, ഓഫൻ ബൈ ബർത്ത് ഓർ സർക്കംസ്റ്റൻസസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ഓൺ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ഫാമിലി, നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ സമൂഹം, നമ്മളായിരിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇൻവോളണ്ടറി ഗ്രൂപ്പ്സാണ് നമ്മുടെ ഫാമിലി ഒക്കെ. അപ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തീർച്ചയായും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മെമ്പർഷിപ്പ് ഇസ് അസൈൻഡ് ഓർ അൺഅവോയ്ഡബിൾ. നമുക്ക് തീരുമാനിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ സാഹചര്യത്തിലോ ആ ഗ്രൂപ്പിലോ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അതൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ഗ്രൂപ്പായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫാമിലി, നമുക്കുണ്ടാകുന്ന ദേശീയത, നാഷണാലിറ്റി, സോഷ്യൽ ക്ലാസ്സസ്. നമ്മുടെ മതം നമ്മൾ തീരുമാനിക്കുന്നതല്ല. ആസ് എ ഗ്രോൺ അപ്പ്
നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ജനിച്ച് വരുമ്പോൾ ഏത് ഫാമിലി ആണോ ജനിക്കുന്നത് ആ ഫാമിലി ഏത് മതം ഫോളോ ചെയ്യുന്നോ അതാണ് സ്വാഭാവികമായും കുട്ടിക്ക് അസൈൻ ചെയ്ത് വരാറ്. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വളരെ തുടക്കത്തിൽ തന്നെ ഒരു കൃത്യമായ ഐഡൻറ്റിറ്റി ഫോം ചെയ്യാൻ ഇത്തരം ഇൻവോളണ്ടറി ഗ്രൂപ്പ്സ് സഹായിക്കുന്നു. ഞാനൊരു ഇന്ത്യൻ ആണെന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അതെനിക്ക് ലഭിച്ചത് ഞാൻ ഇന്ത്യയിൽ ജനിക്കുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ. ആൻഡ് ഷേപ്സ് സോഷ്യൽ റോൾസ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പല വിധത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള റോൾസും നമ്മൾ അസൈൻ ചെയ്യപ്പെടുന്നത് നമ്മളെ അങ്ങനെയുള്ള റോൾസ് പെർഫോം ചെയ്യാൻ പര്യാപ്തനാക്കുന്നത് ഇത്തരം ഗ്രൂപ്പ്സുകളാണ്. ആൻഡ് ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ലാർജ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഡെഫിനേഷൻ നമുക്ക് വായിക്കാം. ഗ്രൂപ്പ്സ് വിത്ത് ഫ്യൂ മെമ്പേഴ്സ് അലൗവിങ് ക്ലോസ് ഇൻ്ററാക്ഷൻ ഫീച്ചേഴ്സ്. സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഏതുതരം ഗ്രൂപ്പ്സ് ആയിരിക്കും? വളരെ കുറച്ച് ആൾക്കാർ കൺസിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ്. അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പ്സ് ആവാം, നമ്മുടെ ഫാമിലി ആവാം, ഒരു പ്രൊജക്റ്റ് വർക്കിന് അസൈൻ ചെയ്ത 4-5 ആളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ടീമിനെ സ്മോൾ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അങ്ങനെ. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് ഗ്രൂപ്പ്സ് വിത്ത് ഫ്യൂ മെമ്പേഴ്സ് അലൗവിങ് ക്ലോസ് ഇൻ്ററാക്ഷൻ. വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഇത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ സ്മോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. സോ അവർ തമ്മിലുള്ള ക്ലോസ് ഇൻ്ററാക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഒരു 50 ആൾക്കാരുള്ള ടീമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷേ ഒരു 3-4 അംഗങ്ങളുള്ള ഒരു ടീമിൽ എല്ലാവരും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവാനും സംസാരിക്കാനും ക്ലോസ് ഇൻറ്ററാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോപ്പറേഷൻ. തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. നല്ല കോപ്പറേഷനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അഭിപ്രായങ്ങൾ സംസാരിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കോപ്പറേഷൻ പോസിബിളാണ്. വലിയൊരു ഗ്രൂപ്പ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് എമംഗ് മെമ്പേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആൾക്കാർ തമ്മിൽ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ആ ഗ്രൂപ്പിലുള്ള അംഗമായിട്ടുള്ളൊരു വ്യക്തിയുടെ അടുത്ത ബന്ധം ഉണ്ടാകുന്നതിനാൽ ഒരാളുടെ ആശയങ്ങളും അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവരെ സ്ട്രോങ് ആയിട്ട് സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട്. സ്ട്രോങ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് അവിടെ സാധ്യമാണ്. അപ്പോൾ ഇത്തരം സ്മോൾ ഗ്രൂപ്പ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. ദാറ്റ് ഈസ് നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിൽ ആയിരിക്കെ നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയങ്ങൾ പകർന്നു കൊടുക്കാനും അതുപോലെ റിസീവ് ചെയ്യാനും തീർച്ചയായും പറ്റും. സ്മോൾ ഗ്രൂപ്പുകളിലായതുകൊണ്ട് തന്നെ അംഗങ്ങളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ കൂടുതൽ ബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അംഗങ്ങൾ തമ്മിൽ കൃത്യമായ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, വിശ്വാസം വളരുന്നുണ്ട്. ഒരാളെ മറ്റൊരാൾക്ക് നന്നായിട്ട് അറിയുന്നതിനാൽ അവർ പരസ്പരം സഹായിക്കാനും വിശ്വസിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ അതോടൊപ്പം സ്മോൾ ഗ്രൂപ്പുകളിൽ ആളുകൾ ഒരുമിച്ച് ടീം വർക്ക് ചെയ്യുമ്പോൾ അതൊരു ടീം വർക്ക് മെൻറ്റാലിറ്റി കൂട്ടാൻ സഹായിക്കും. ഓരോരുത്തരും തങ്ങളുടെ പങ്ക് നിർവഹിക്കുകയാണ് അവിടെ. അപ്പോൾ മറ്റുള്ളവരായിട്ട് സഹകരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ടീം വർക്കിൻ്റെ എഫക്റ്റീവ്നെസ് ബിൽഡ് ചെയ്യാണ്. കൂടാതെ അംഗങ്ങൾ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായം ഓപ്പണായിട്ട് പറയാൻ പറ്റും, കേൾക്കാനും അതിലൂടെ അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായി കേൾക്കുകയും പറയാൻ സാധിക്കുന്ന ഒരിടം തന്നെയാണ്. അപ്പോൾ ഫലപ്രദമായ ഒരു ആശയവിനിമയം ഇവിടെ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിശ്വാസം വളർത്താനും
കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനും നല്ല ആശയവിനിമയം ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലാർജ് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ്. വലിയ ഗ്രൂപ്പുകൾ. അപ്പോൾ അത്തരം ഗ്രൂപ്പുകളെ പറ്റി പറയുമ്പോൾ ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ പാർട്ടീസ്, വളരെ വലിയ ജനാവലി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻസ്, അല്ലെങ്കിൽ നേഷൻസ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ ഗ്രൂപ്പുകൾ ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, ഒരു ജാഥയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോരം ആൾക്കാർ അതിൻ്റെ പാർട്ടായിരിക്കും എന്നുള്ളത്. അപ്പം അതിലംഗങ്ങൾ വളരെ കൂടുതലാണ്. എല്ലാവർക്കും തമ്മിൽ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സാധാരണയായിട്ടൊരു ഘടനയും സ്ഥാനക്രമവും ഉണ്ടായിരിക്കും. ഹൈറാർക്കി ആണ് സ്ഥാനക്രമം എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഫോളോയിങ് ഉണ്ടാവാം. കാരണം വലിയൊരു ഗ്രൂപ്പ് ക്രമമായി പ്രവർത്തിക്കാൻ ഇത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു, പൊളിറ്റിക്കൽ പാർട്ടീസാണ് നമുക്ക് മെയിനായിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ വളരെ വലിയ ഗ്രൂപ്പായതിനാൽ ലക്ഷ്യങ്ങൾ നേടാനും വലിയ ജനവിഭാഗങ്ങൾ അവരെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അച്ചീവ്സ് ലാർജ് സ്കെയിൽ ഗോൾസ്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു എലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ മൊബിലൈസ് റിസോഴ്സസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ പെടുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻസ്, നേഷൻസ് ഒക്കെ ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഫീച്ചേഴ്സായിട്ട് വരുന്നത് സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൈറാർക്കി. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം കൃത്യമായിട്ടുള്ളൊരു സ്ഥാനക്രമം ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ കൃത്യമായി പോസിബിൾ ആവും. പേഴ്സണൽ ഇൻട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാരുള്ളതിനാൽ എല്ലാം തമ്മിൽ പേഴ്സണലി കണക്റ്റ് ആവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അതൊക്കെയാണ് ലാർജ് ഗ്രൂപ്പ്സിനെ പറ്റി പറയാനുള്ളത്. ആസ് എ ഹോൾ പല വിധത്തിലുള്ള ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലൈക്ക്, share and subscribe our channel. Thank you.